guys, അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ വ്ളോഗ് ഇടുന്നത്. ആൻഡ് ബൈ ദ വേ ഐ വെന്റ് ഓൺ എ ട്രിപ്പ് വിത്ത് ദ ടൂറിസം ക്ലബ്. ബിഫോർ ദാറ്റ് ആ ഒരു ഡേ തന്നെയാണ് നമ്മുടെ കോളേജിൽ ഫൈൻ ആർട്സ് ഡേ ഉണ്ടായിരുന്നത്. ആൻഡ് നമ്മുടെ തീം വന്നിട്ടുണ്ടായിരുന്നത് റെട്രോ ആണ്. സത്യം പറഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ എത്തിയതിന് ശേഷമാണ് ഡ്രസ്സൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം നമുക്ക് കുറേ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അതിനൊക്കെ ശേഷം നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. എൻ്റെ ട്രൂ ഫ്രണ്ട്സിനെ കാണിച്ചിട്ട് ഗൈസ്, ഇവരാണ് എൻ്റെ ട്രൂ ഫ്രണ്ട്സ്. അപ്പോൾ അന്ന് ഈവനിങ് ആണ് നമ്മൾ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ രാത്രി ഡിന്നറൊക്കെ കഴിച്ച് ബസ്സിൽ തന്നെയാണ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിറ്റേ ദിവസം ഗൈസ് ലുക്ക് അറ്റ് ദ വ്യൂ, നമ്മളവിടെ എത്തുന്നവരിലേക്ക് പോകുന്ന വഴിക്കൊക്കെ അടിപൊളി വ്യൂ ആയിരുന്നു. പിന്നെ നമുക്ക് ഫ്രഷ് അപ്പ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു റൂമാണ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അറ്റ് ഫസ്റ്റ് I wore this nude hijab, then I changed it into this black one. Then after the breakfast we went to the trekking. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ ജീപ്പിലൊക്കെ കയറിയിട്ട് ട്രെക്കിംഗ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ബട്ട് ദ തിങ് ഈസ് നിലത്തുണ്ടായ പൊടി മൊത്തം നമ്മളെ ജീപ്പിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് കുറച്ച് പെകിടായിപ്പോയി. ബട്ട് സ്റ്റിൽ ഐ വുഡ് സേ ദാറ്റ് വാസ് റിയലി ഗുഡ്. അപ്പോൾ അതിനുശേഷം നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് സ്ട്രോബെറി ഫാമിലേക്കാണ്. അപ്പോൾ അവിടെ നിന്ന് കുറേ ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറീസ് ഒക്കെ സെൽ ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് വി ബോട്ട് സം സ്ട്രോബെറീസ്. ദെൻ വി വെന്റ് ടു സീ എ വാട്ടർഫോൾ. അതും നല്ല അടിപൊളിയായിരുന്നു. ബട്ട് അതിലേക്ക് പോകേണ്ട ആ ഒരു വേ കുറച്ച് റിസ്ക് ആയിരുന്നു. ബട്ട് എന്നാലും ഭയങ്കര എൻജോയബിൾ ആയിരുന്നു. അതിനുശേഷം നമ്മൾ തിരിച്ചു വന്നിട്ട് ഈ ഒരു പൈനാപ്പിൾ വാങ്ങി. പിന്നെ ഗൈസ് ഇതാണ് വട്ടവട. ഞാൻ വിചാരിച്ച പോലെ എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് പ്ലേസ് വിസിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ആ ഒരു ടോപ്പ് സ്റ്റേഷൻ കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് പകരമായിട്ട് ഈ ഒരു എക്കോ പോയിന്റ് പോയി. ഓണസ്റ്റ്ലി എനിക്ക് ആ ഒരു ഡേ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലവും എക്കോ പോയിന്റ് ആയിരുന്നു. പിന്നെ ഗൈസ് ലുക്ക് അറ്റ് ദിസ്, ബിക്കോസ് അത്രമാത്രം ലക്ഷറിയസ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിസോർട്ട് ആയിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗൈസ് വെയിറ്റ് ഫോർ ദ പാർട്ട് 2. അണ്ടിൽ ദെൻ ബൈ.